ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മളെല്ലാവരും റിട്ടേൺ ചെയ്യാണ് ഫ്ലൈറ്റിൽ. അപ്പോൾ രാവിലെ 9 മണിക്ക് ഫ്ലൈറ്റിൽ ഇറങ്ങുന്നവരുണ്ട്. അപ്പോൾ ഇവിടുത്തെ ബാഗ് ബാക്കിയാണ്. കുറച്ച് നേരം ഇറങ്ങിപ്പോയി. എന്തായാലും നമ്മൾ താഴെ പോയിട്ട് ഒരു ബൈ പറയാം. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളൊരു 15 പേര് രാവിലെ 9 മണിക്കുള്ള ഫ്ലൈറ്റിനാണ് പോണേ. അപ്പോൾ 2 മണിക്കൂറിൻ്റെ റിപ്പോർട്ടിംഗ് ഉള്ളത് അവരിപ്പോൾ 6 മണിക്ക് ഇവിടെ നിന്ന് ഇറങ്ങാണ്. ഇതേപോലെ ഓരോ സെറ്റായിട്ട് നമ്മൾ സ്പ്ലിറ്റായിട്ട് ഇവരിപ്പോൾ കോഴിക്കോട്ടേക്കാണ് ഫ്ലൈറ്റ്. കോഴിക്കോട്ടുള്ള ഫ്ലൈറ്റിന് അവർക്ക് ബോംബെ കണക്ഷനാണ്. ബോംബെ ഏകദേശം 11 മണിക്കൂറോളം എന്തുണ്ട് ലേ ഓവർ ഉണ്ട്. അപ്പോൾ എന്തായാലും അവരങ്ങനെ പോയി. ഇനി നമ്മളും അങ്ങനെ ഇറങ്ങുകയാണ്. എന്തായാലും ഒന്ന് ഇറങ്ങി എണീച്ചിട്ട് നമ്മളും ഇറങ്ങും. നോക്കാം, വീഡിയോ വേണം. എന്തായാലും 9:30 നമ്മൾ എയർപോർട്ടിൽ പോകാൻ നിൽക്കുകയാണ്. ഇതാ ഷാന് ബായ് പറയുന്നുണ്ട്, അമ്മല് ബായ് പറയുന്നുണ്ട്, ഒരു പെട്ടിയുണ്ട്, ജവാദിൻ്റെ ഒരു ബാഗുണ്ട്, എൻ്റെ അടുത്തൊരു ട്രാവൽ ബാഗുണ്ട്, ഒരു ട്രോളി ഉണ്ട്, പിന്നെ ഒരു 3-4 ഡ്രസ്സ് നേരത്തിട്ടിക്കണേ. ജവാദ് ജവാദ് ബൂട്ട്സൊക്കെ ഇട്ടിട്ടാണ്. ഇന്നത്തെ ട്രെൻഡിങ് സാധനം എന്ന് പറഞ്ഞാൽ ജവാദ് ശ്രീനഗർ ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്ക് ബൂട്ട്സ് ഇട്ടിട്ടാണ് എൻട്രി, മാസ് എൻട്രി. അപ്പോൾ എന്തായാലും നമ്മളിവിടെ ജുഗ്നു എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയറാണ് യൂസ് ചെയ്യണത്. ബൈ അമൽ. അപ്പോൾ നമ്മൾ ക്യാബ് ബുക്ക് ചെയ്തിട്ട് പോവാണ്. ക്യാബ് ബുക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ ഇവിടെ ജുഗ്നു എന്ന് പറഞ്ഞൊരു സോഫ്റ്റ്വെയർ ഉണ്ട്. ഇവിടെ ആക്ച്വലി ഊബറൊന്നും അത്ര ഇതല്ല. അപ്പോൾ ഇവരുടെ തന്നെ ഇവിടെ മാത്രമുള്ള ജുഗ്നു എന്ന് പറഞ്ഞൊരു സോഫ്റ്റ്വെയർ ഉണ്ട്. അത് യൂസ് ചെയ്തിട്ട് ഒരു 1 മിനിറ്റ് അടുത്താണ് ക്യാബ് കാണിക്കുന്നത്. അപ്പോൾ അങ്ങനെ പോകാമെന്ന് വിചാരിച്ചിട്ട് എന്തായാലും നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ട്. നോക്കി നോക്കാം. എന്തായാലും ഇതാണ് നമ്മളെന്നെ ഇത് എന്താ ഹോട്ടൽ റൂം, ദാറുൽ തൗഹീദ്. എന്തായാലും ഇവിടുത്തെ കുറച്ച് വിശേഷങ്ങൾ നമുക്ക് പറയാനുണ്ട്. ഇവിടുത്തെ വിശേഷങ്ങൾ നമുക്ക് കുറച്ച് പറയാനുണ്ട്. എന്തായാലും അത് നമുക്ക് വീഡിയോ ആയിട്ട് തന്നെ ചെയ്യണം. അത്രയ്ക്ക് പറയാനുണ്ട്. ഇതാണ് സ്ഥലം. എയർപോർട്ടിലേക്ക് പോവാം. 300 സംതിങ് ആണ് കാണിക്കുന്നത്. 320 രൂപ അങ്ങനെ എന്താണ്. ഇവിടെ ഏകദേശം 9 കിലോമീറ്ററോളം ഉണ്ട് എയർപോർട്ടിലേക്ക്. പിന്നെ ബുക്ക് ചെയ്യണത് കാണിച്ചു തരണമെന്നുണ്ടായിരുന്നു. പക്ഷേ ഈ ഫോണിൽ തന്നെയാണ് വീഡിയോ എടുക്കുന്നത്. ഈ ഫോണിൽ തന്നെ ബുക്ക് ചെയ്യണം. അപ്പോൾ നമുക്ക് വെച്ചാൽ പ്രോപ്പറായിട്ട് നമ്മളൊരു ലൈഫ് സ്റ്റൈൽ വ്ളോഗർ ആയിട്ടില്ല. അപ്പോൾ ആപ്പ് ഡൗൺലോഡ് ചെയ്യാം, സൈൻ ഇൻ ചെയ്യാം, അത്രേ ഉള്ളൂ. നമ്മൾ പ്രോപ്പറായിട്ട് ലൈഫ് സ്റ്റൈൽ വ്ളോഗറാകുമ്പോൾ അതിൻ്റെ ഗാഡ്ജറ്റ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇത് പിന്നെ ഫൺ വ്ളോഗർ ആയതുകൊണ്ട് ടൈം പാസ് വ്ളോഗറാണ് ശരിക്കും. അപ്പോൾ എന്താ പറയുക, ഹലോ കൊഞ്ഞി കയറ്റി കയറാ എടുക്കണം. എന്തായാലും ആളിപ്പോൾ വരുന്നുണ്ടാവും, നോക്കി നോക്കാം. ഡ്രൈവർ വന്നിട്ടുണ്ട്. ഓക്കെ, മുതൽ ബാഗ് വെക്കാം. അപ്പോൾ നമ്മൾ ബാഗൊക്കെ വെച്ച് ഇതാ നമ്മുടെ ജമ്മു കാശ്മീർ. ഓക്കെ, ബാഗ് വെച്ച് ഇവിടെ റെഡിയാ. ഓക്കെ ബൈ. യെസ്, പവൻ ഫ്ലൈറ്റ് വഴി പോയിക്കോ. നമ്മൾ ഇവിടെ കയറാണ്. ബോസ് ബാഗ് കൊണ്ട് പോയോ? ബോസ് കയറിയോ? ഓക്കെ, ലെറ്റ്സ് ഗോ. ഏതപ്പുറമാ? നമ്മൾ വണ്ടിയിൽ കയറിയുണ്ട്. എയർപോർട്ടിൽ പോവാണ്. സെറ്റ്. അപ്പോൾ എന്താ പറയുക, ഡിസയറാണ് വണ്ടി. ജവാദുണ്ട്, നീറ്റ് വണ്ടിയാണ്. 320 രൂപയ്ക്ക് ഇത് വറുത്തിട്ട് വന്നത്. കാരണം നമ്മൾ 1 കിലോമീറ്റർ അപ്പുറത്തുള്ള ഇവിടെ പോകാൻ നമ്മൾ എത്ര രൂപ യൂസ് ചെയ്തു? 100 രൂപയാണ് 1 കിലോമീറ്റർ ഓട്ടോന് പോകാൻ. അപ്പോൾ ഇത് നോക്കുമ്പോൾ ഇത് നല്ലൊരു ഇതായിട്ടാണ് തോന്നണേ. പക്ഷേ ഇതൊക്കെ ഊബർ പോലത്തെ എന്താ പറയുക, ഊബർ പോലത്തെ സെറ്റപ്പ് ഒന്നും ഈ ആപ്പിനായിട്ടില്ല. മീൻസ് ആൾക്കാർ വരുമ്പോൾ OTP ചോദിക്കുക, OTP ചോദിച്ചിട്ട് ഉള്ളിൽ കയറുക, അതേപോലെ എന്താ പറയുക, അതേപോലത്തെ ഫെസിലിറ്റീസൊന്നും ഈ ആപ്പിലില്ല. നമുക്ക് എയർപോർട്ടിൽ പോകാൻ
എന്താണ് പറയാനുള്ളത്? നമ്മൾ ഹൈവേക്ക് വന്നിട്ട് ഏകദേശം എല്ലാ മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ നമ്മൾ യൂസ് ചെയ്തു. നമ്മൾ കാറിൽ പോയി, ബസ്സിൽ പോയി, ഓട്ടോയിൽ പോയി, ട്രെയിനിൽ പോയി, ഇപ്പോൾ ഫ്ലൈറ്റിൽ ഷിക്കാരിൽ പോയി, വെള്ളത്തിൽ ഗോണ്ടോല കേബിൾ കാറിൽ പോയി, അങ്ങനെ എല്ലാ സാധനത്തിലും നമ്മൾ ഏകദേശം പോയി. ഇങ്ങനത്തെ ഹൈവേ ആദ്യമായിട്ടാണ്. എല്ലാ പ്രാവശ്യം തന്നെ ഒരു ഒറ്റ വണ്ടിയിലാണ് എല്ലായിടത്തേക്കും പോകാം. ഇത് നമ്മൾ ഓരോ സ്ഥലത്തേക്ക് പോകാൻ ഓരോ വണ്ടി. എന്താ കഥ. ഇവിടെ ആൾക്കാരൊക്കെ ഓണായി വരുന്നുള്ളൂ. ഇവിടെ 10 മണി ആയി കഴിഞ്ഞാൽ ഒരു 12 മണിയൊക്കെ ആവണം ഫുള്ള് കടകളൊക്കെ തുറക്കാൻ. എന്നാൽ ആക്ച്വലി വർക്കിംഗ് ഡേ ആണ്. പക്ഷെ ഇവിടെ 12 മണി ആ റേഞ്ചിലാണ് ഫുള്ള് ഷോപ്പുകളൊക്കെ തുറക്കുക. ഇപ്പോൾ എയർപോർട്ടിൻ്റെ എൻട്രിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. എന്തായാലും നോക്കി നോക്കാം എന്താണെന്നുള്ളത്. നേരത്തെ പോയൊരു പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ പുറത്തുനിന്ന് തന്നെ ആദ്യം ബാഗൊക്കെ ചെക്ക് ചെയ്യും, സാധനങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഹാപ്പി ജേർണി ഡ്രോപ്പ് ആൻഡ് ഗോ. നമ്മൾ ഡ്രൈവർക്ക് സംസാരിച്ചപ്പോൾ ഡ്രൈവർ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ എയർപോർട്ടിൽ സെക്യൂരിറ്റി റീസൺസ് ഉള്ളതുകൊണ്ട് ക്യാമറ യൂസ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയണം. അപ്പോൾ ഇവിടെ ഫുള്ള് ചെക്കിങ് കാര്യങ്ങളും ഫുള്ള് മിലിറ്ററിക്കാരും ഇതൊക്കെ ആയിട്ട് നമ്മളവിടുത്തെ ഇതിലെന്ന് വെച്ചാൽ കാർ കൊണ്ട് പോയി ഉള്ളിൽ ഇറങ്ങിയിട്ട് പിന്നെ ആ ബിൽഡിങ്ങിൻ്റെ ഉള്ളിൽ കയറുമ്പോഴാണല്ലോ ചെക്ക് വരാം. ഇവിടെ അങ്ങനെയല്ല, റൂട്ടിൽ നിന്ന് തന്നെ ചെക്ക് ചെയ്ത് ബാഗ് സാധനങ്ങളൊക്കെ നോക്കിയിട്ട് ഉള്ളിലേക്ക് തന്നെ പറഞ്ഞേക്കുള്ളൂ. എന്നിട്ട് വേണം നമ്മൾ ഉള്ളിൽ പോയിട്ട് എടുക്കാൻ, ഉള്ളിൽ പോയിട്ട് കയറി പോകാൻ. എന്തായാലും നമുക്ക് ഇപ്പോൾ ഇവിടുന്ന് വീഡിയോ എടുക്കാൻ പറ്റില്ല, ഉള്ളിൽ കയറിയിട്ട് നമ്മൾ വീഡിയോ എടുക്കാം. എന്താ എയർപോർട്ടിലെത്തി സാധനങ്ങളൊക്കെ എടുത്ത് നമ്മൾ ഉള്ളിൽ കയറാൻ പോവാണ്. ഉള്ളിൽ ഇനി എന്താവും എന്നൊന്നും അറിയില്ല, എന്തായാലും പോയേക്കാം. നമ്മളിത് 1:30-ക്കുള്ളതാണ്. എന്തായാലും ഫ്ലൈറ്റിൽ നോക്കി നോക്കാം. എന്തായാലും ഉള്ളിൽ കയറാം. നല്ല ക്ലീനാണ്. പിന്നെ ഫ്രണ്ട് ഭയങ്കര ചെറുതാണ്. കുറേ ദൂരം ഉള്ളിലേക്ക് വന്നിട്ടാണ്, പക്ഷെ ഭയങ്കര ചെറുതാണ്. ഉള്ളിൽ കയറിയപ്പോൾ ID കാർഡ് വെച്ച് ലൈസൻസ് കാണിച്ചെടുത്തപ്പോൾ പറഞ്ഞ ലൈസൻസ് ഒറിജിനൽ അല്ല എന്ന് പറഞ്ഞ്. അപ്പോൾ എന്ന് വെച്ചാൽ ഒറിജിനൽ അല്ല പറഞ്ഞ് ഡ്രൈവിംഗ് ലൈസൻസ് പറ്റില്ല എന്ന് പറഞ്ഞ്. പിന്നെ ആധാർ കാർഡ് കാണിച്ചു കൊടുത്ത്. അപ്പോൾ ലാമിനേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആധാർ കാർഡ് വെച്ച് ഉള്ളിൽ കയറ്റി നമ്മൾ ഉള്ളിൽ കയറിയിട്ടുണ്ട്. ഉള്ളിൽ കയറിയിട്ട് ഡൊമസ്റ്റിക് ഡിപ്പാർച്ചർ റൈറ്റാണ്. എയർ ഇന്ത്യ സെൽഫ് ചെക്കിങ് ഉണ്ട്, എല്ലാ സാധനങ്ങളും നമ്മളത് നോക്കാം. നമ്മളിപ്പോൾ ശ്രീനഗർ എയർപോർട്ടിലുള്ളത്. ബോർഡ് ചെയ്തിട്ട് ഉള്ളിൽ ഗേറ്റിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുകയാണ്. ഇപ്പോൾ 11:30 മണിയായിട്ടുള്ളൂ. നമുക്ക് 1:30-ക്കാണ് ഫ്ലൈറ്റുള്ളത്. അപ്പം ഇഷ്ടംപോലെ സമയമുണ്ട്, 2 മണിക്കൂറോളം ഉണ്ട്. നമ്മളെന്ന് വെച്ചാൽ ലാഗ് ആവണ്ടെന്ന് വിചാരിച്ചിട്ട് പെട്ടെന്ന് വന്നായിരുന്നു. അതവിടെ ആൾക്കാരിങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പുറത്ത് നല്ല ക്രൗഡാണ്, അപ്പോൾ ഇപ്പുറത്തെ സൈഡിൽ വന്നിരുന്നതാണ്. പിന്നെ എന്താ പറയുക, നല്ല സെക്യൂരിറ്റി അവിടെ, എല്ലാ സാധനങ്ങളും അയപ്പിച്ച് ഒടുക്കത്തെ സെക്യൂരിറ്റിയാണ്. അപ്പോൾ എല്ലാതും ഇങ്ങനെ അയച്ച് ഫുള്ള് സാധനം അയപ്പിച്ചവർ. ഇട്ട ഡ്രസ്സൊക്കെ കുറേ സാധനങ്ങൾ അയപ്പിച്ച്, ജാക്കറ്റും എല്ലാ സാധനവും അയച്ച് ബാഗിൻ്റെ ഉള്ളിലത്തെ ഓരോരോ സാധനം വെച്ചിട്ട് വേറെ ചെയ്യണം. അപ്പോൾ എന്താ പറയുക, അങ്ങനെ ഉള്ളിൽ കയറി. ഇപ്പോൾ എന്തായാലും ബാക്കിയുള്ളൊരു റൂമിൽ നിന്ന് ഇറങ്ങാൻ നിൽക്കുന്നുണ്ട്. എന്തായാലും ഗേറ്റ് തുറന്നിട്ട് നമ്മൾ ഫ്ലൈറ്റിൽ കയറും. ബാക്കിയുള്ള സാധനങ്ങളൊക്കെ വീഡിയോ എടുക്കാൻ എനിക്ക് തോന്നുന്നു വീഡിയോ ഒക്കെ ബാനും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. പിന്നെ ഓട്ടത്തിലായതുകൊണ്ട് വീഡിയോ എടുക്കാനും മര്യാദക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇതിനുള്ള എന്തൊക്കെ ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമ്മളത് ഓൾറെഡി നമ്മൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ബിസ്ക്കറ്റും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ ബിസ്ക്കറ്റ് കഴിച്ചിട്ട് പിന്നെ ബാക്കി പിന്നെ വിശക്കാറുണ്ടെങ്കിൽ ബാക്കി തിന്നാൽ വെച്ചിട്ടാണ്. ഇവിടുന്ന് 1:30-ക്കാണ് ഫ്ലൈറ്റ്. നമ്മൾ കൊച്ചിയിലെത്താൻ 7 മണിക്കാണ്. ഓക്കെ, നമ്മൾ ആക്ച്വലി ഇപ്പോൾ ശ്രീനഗർ എയർപോർട്ടിലാണുള്ളത്. അപ്പോൾ ഇവിടെ എയർപോർട്ടിൽ വന്നപ്പോൾ ഇവിടെ എക്സിക്യൂട്ടീവ് ലോഞ്ച് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള 2 കാർഡ് ഉണ്ടായിരുന്നു. ഒരു SBIൻ്റെ കാർഡും ഒരു പഞ്ചാബിൻ്റെ കാർഡും ഉണ്ടായിരുന്നു. അപ്പോൾ അത് കൊടുത്തപ്പോൾ പഞ്ചാബിൻ്റെ കാർഡിൽ ഒരാൾക്ക് കയറാനുള്ള ആക്സസ് ഉണ്ടെന്ന് പറഞ്ഞാൽ 2 രൂപയ്ക്ക് നമുക്കിവിടെ ലോഞ്ചിൻ്റെ ആക്സസ് കിട്ടും. ഇവിടെ ഫുഡും കാര്യങ്ങളൊക്കെ നമുക്ക് എത്ര വേണമെങ്കിലും കഴിക്കുക, ബൊഫെ പോലത്തേതാണ്. അപ്പോൾ നമ്മൾ ജവാദിൻ്റെത് ഉണ്ടായിരുന്നില്ല കാർഡിൽ. അപ്പോൾ ജവാദ് നമ്മൾ പേ ചെയ്തിട്ട് നമ്മൾ ഉള്ളിൽ കയറാൻ തീരുമാനിച്ചു. കാരണം നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ചില്ല, ഇപ്പോൾ രാത്രി 7 മണിക്കല്ലേ എത്തുള്ളൂ. അപ്പോൾ ഇവിടെ കഴിച്ച് ഇവിടെ ഇരിക്കുകയും ചെയ്യാം, അങ്ങനെ നോക്കാൻ വിചാരിച്ചിട്ട് ആയിരുന്നു ഉള്ളത്. അപ്പോൾ എന്തായാലും നമ്മൾ എക്സിക്യൂട്ടീവ് ലോഞ്ചിൽ കയറാം. ഒന്ന് ബാക്കി വിശേഷം നമ്മൾ ഉള്ളിൽ പോയി നോക്കി നോക്കാം. നമ്മൾ ലോഞ്ചിൽ കയറി. അപ്പോൾ നമുക്ക് കോഫി ഉണ്ട്, പിന്നെ എന്തൊക്കെയോ ബിസ്ക്കറ്റ്, പിന്നെ കേക്ക്, സാൻഡ്വിച്ച്, സമൂസ, പിന്നെ ഇതിനുള്ള എന്തോ
ഉപ്പുമാ ഉണ്ട്. ഇത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആണെന്നുണ്ട് ആക്ച്വലി. പിന്നെ എന്തോ പാസ്ത ഉണ്ട്, അങ്ങനെ കുറേ സാധനമുണ്ട്. ഇത് അൺലിമിറ്റഡ് ആയിട്ട് കഴിക്കാം. അവിടെ കുറേ പേര് വർക്ക് ചെയ്യുന്നുണ്ട്, അങ്ങനെ ഓരോരുത്തർ ഓരോ പണിയെടുക്കുന്നുണ്ട്. അതാ നമ്മളിപ്പം ജവാദ് ഉണ്ട്, അതിലെന്തൊക്കെയോ സാധനമുണ്ട്. സാൻഡ്വിച്ച് ഉണ്ട്, കുറേ ടൈപ്പ് ബിസ്ക്കറ്റ് ഉണ്ട്, പിന്നെ പാസ്ത ഉണ്ട്, സമൂസ ഉണ്ട്, ജ്യൂസ് ഉണ്ട്, ചായ ഉണ്ട്, അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. പിന്നെ ഓരോ സീറ്റിന് ഓരോ പ്ലഗ് പോയിൻറ്റ്സ് ആയിട്ടാണ് ഇവിടെ ഉള്ളത്. ആക്ച്വലി നമ്മൾ ബാക്കിയുള്ള എയർപോർട്ട്സൊക്കെ വീഡിയോസ് ഉണ്ട് വെച്ച് നോക്കുമ്പോൾ ഇവിടെ ചെറുതാണ്. കൊച്ചിയിലൊക്കെ ഭയങ്കര ആംബിയൻസും ഇതൊക്കെയാണ്. നമ്മൾ വീഡിയോസ് കുറേ വ്ളോഗേഴ്സിനെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇത് എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് ഈ ലോഞ്ച് ആക്സസ് എന്ന് പറയുന്നത്. ബാഗിൽ ഇനി സ്ഥലമുണ്ട്, 12 കിലോ ബാഗായിട്ടുള്ളൂ, 3 കിലോ ഓടിക്കുള്ളൂ. അപ്പോൾ അതിന് നമുക്ക് സമൂസ ആക്കി കൊണ്ടാണ് വിചാരിക്കണേ. ഇവിടെ ഒരു സമൂസക്ക് 100 രൂപയാണ്, ഒരു ചായക്ക് 180 റുപ്യാണ്. അങ്ങനെ ഭയങ്കര എക്സ്പെൻസീവാണ്. പിന്നെ എയർപോർട്ടിനുള്ളിൽ നോർമലി അങ്ങനെ തന്നെ ആവും. എന്തായാലും നമ്മൾ കുറച്ച് കഴിഞ്ഞ് എന്തായാലും ഫ്ലൈറ്റൊക്കെ ആകുമ്പോൾ ഇവിടെ കുറച്ച് പണിയെടുക്കാം. നമുക്ക് ഉച്ചക്കുള്ള ഡിന്നർ വന്നിട്ടുണ്ട്, ചിക്കൻ ബിരിയാണി. ഉച്ചക്കുള്ള ലഞ്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ ബിരിയാണി ഉണ്ട്, പിന്നെ റൈസ്, പനീർ, റൈത്ത, സലാഡ്, അതേപോലെ ഒരു സേമിയത്തിൻ്റെ ഒരു പായസം ഉണ്ട്. അങ്ങനെ കുറച്ച് സമയം നമുക്ക് 2 മിനിറ്റുള്ളതൊക്കെ, ആ 2 മിനിറ്റ് കൊണ്ട് നമുക്ക് പറ്റുന്നത് തിന്നിട്ട് നമ്മളിപ്പോൾ ഫ്ലൈറ്റ് കയറും. ഇപ്പോൾ ഏകദേശം 1 മണിയായി സമയം. നമ്മളങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ലോഞ്ചിൽ ആദ്യം കയറിയപ്പോൾ വിചാരിച്ച് അത്രയ്ക്കില്ല, ആ പൈസക്കുള്ള സാധനമല്ല വിചാരിച്ച്. പക്ഷേ ഉച്ചയ്ക്ക് ലഞ്ച് വന്നപ്പോൾ നല്ല ചിക്കൻ ബിരിയാണി, അതേപോലെ ചാവല്, പിന്നെ പനീറിൻ്റെ കറി ഉണ്ടായിരുന്നു, പായസം ഉണ്ടായിരുന്നു, റൈത്ത, സലാഡ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ വെച്ചാൽ രാവിലത്തെ ഉച്ചക്കുമ്പാടെ കൂട്ടുമ്പോൾ സാധനം വർത്തായി. 2 രൂപക്ക് സെറ്റാണ്. പക്ഷേ എപ്പോഴും 2 രൂപക്ക് കിട്ടിയോളുന്നില്ല. എന്തായാലും നമ്മൾ ഫ്ലൈറ്റ് കയറാൻ പോവാണ്. ഗേറ്റ് നമ്പർ 6-ലാണുള്ളത്. നമ്മളങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുക. അതെ, എങ്ങനെയായിരുന്നു? നമ്മൾ ചോറ് അടിച്ചു പൊളിച്ച് തിന്നാൻ വേണ്ടിയിട്ടുള്ള സമയം തീരെ കിട്ടിയിട്ടുണ്ടായില്ല. അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. വേറെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. ആക്ച്വലി നമ്മൾ ഗേറ്റ് നമ്പർ 6 കണ്ട് അങ്ങോട്ട് പോയി. നമ്മൾ ലോഞ്ചിൻ്റെ അപ്പുറത്ത് തന്നെയാണ്. ഗേറ്റ് നമ്പർ 2-ലാണ് നമുക്ക് എന്തുള്ളത്, ഈ സാധനമുള്ളത്. അല്ല ഓടി തുടങ്ങി. മോന് ഫ്ലൈറ്റ് കയറി 28ാമത്തെ സീറ്റിലാണുള്ളത്. അത്യാവശ്യം ബാക്കിലാണ്. എന്തായാലും വിൻഡോ സീറ്റല്ല, നമ്മൾ ഓൾറെഡി വെബ് ചെക്കിൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് കിട്ടുന്ന സീറ്റിലിരിക്കുക എന്നുള്ളതില്ലാണ്. അപ്പോൾ എന്തായാലും നോക്കിയിട്ട് ഇനി അവിടെ എത്തിയിട്ട് ബാക്കി വിശേഷങ്ങൾ കാണാം. എങ്ങനെയുണ്ടായിരുന്നു? ഒന്ന് ഉറങ്ങി നമ്മൾ കാലൊന്ന് എണീപ്പിച്ച്. നമ്മളിപ്പോൾ ഡൽഹിയിലെത്തി. ഇന്ദിരാഗാന്ധി എയർപോർട്ടിലാണുള്ളത്. അത് ടെർമിനൽ 3 ആണെന്നാണ് നമ്മൾ കണ്ടത്. നമ്മളിവിടുന്ന് ബസ് കയറിയിട്ട് വേണം അടുത്ത ഫ്ലൈറ്റ് കയറാൻ. നമുക്കിനി 4 മണിക്കാണ് അടുത്ത ഇതുള്ളത്. അപ്പോൾ എന്തായാലും ഇനി അടുത്ത ഫ്ലൈറ്റിൽ കയറാം. അത് 3 മണിക്കൂറോളം ഉണ്ട് അടുത്ത ഫ്ലൈറ്റ്. അത് 7:10-നാണ് കൊച്ചിയിൽ ലാൻഡ് ചെയ്യുക. നമ്മളിപ്പോൾ ഡൽഹി എയർപോർട്ടിൻ്റെ ഉള്ളിലാണുള്ളത്. ഇത് ശരിക്കും ഒരു മാൾ തന്നെയാണ്. ഫുൾ ഷോപ്പിംഗ് മാൾ പോലെ. ഒരറ്റത്ത് മറ്റത്ത് നടക്കണമെന്നുണ്ടെങ്കിൽ എല്ലാ കടകളും കണ്ടിട്ട് മറ്റത്തേക്ക് പോകാൻ പറ്റുള്ളൂ. ക്ലീനസ്റ്റ് എയർപോർട്ടിൻ്റെ 5 കൊല്ലമായിട്ട് ഇവരാണ് ക്ലീനസ്റ്റ് എയർപോർട്ടിന് അവാർഡ് വാങ്ങണമെന്ന് പറയുന്നത്. ഇതൊക്കെ കുറേ സാധനങ്ങളുണ്ട്, കുറേ കടകളുണ്ട്. പക്ഷെ നമുക്ക് വെച്ചാൽ ഇപ്പം അതിന് വെയിറ്റ് ചെയ്യാൻ സമയമല്ല. 3:57. അത് വേറൊരു വാസ്തവം. സംഭവം ഷോ മാത്രമേ ഉള്ളൂ. ഹൽദിറാംസിൻ്റെ ഷോപ്പ്, ഹൽദിറാംസിൻ്റെ കിടിലൻ ഷോപ്പ്. അയ്യോ, നമ്മൾ പോയിട്ട് നമ്മളത് 56-ആണ് ഇതിൽ കാണിച്ചത്. സ്മോക്കിംഗ് ഏരിയ ആണ്, സ്മോക്കിംഗ് ഏരിയ. എയർപോർട്ടിൻ്റെ ഉള്ള സ്മോക്കിംഗ് ഏരിയ. കഴിഞ്ഞിട്ട് അത് കുറേ നടക്കാണ്ട്.
സമയം 7:30 കൊച്ചിയിൽ ലാൻഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് വെച്ചിട്ട് എന്താ പറയുക, നല്ലോണം ഉറങ്ങി, അടിപൊളിയായിട്ട് ഉറങ്ങിയതാ. എണീറ്റിട്ടുള്ളൂ ഇതാ അവിടെ. അപ്പോൾ എന്തായാലും പുറത്തിറങ്ങണം, ബാഗ് എടുക്കണം. പിന്നൊക്കെ വന്നാണ് അവിടെ പുറത്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നോക്കാം, പുറത്തിറങ്ങാം, വീട്ടിൽ പോകണം, കുളിക്കണം, ഉറങ്ങണം. ഓരോരുത്തർ ഇതാ ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. തിരക്കിലിറങ്ങിയാൽ ഏറ്റവും വലിയ റിസ്ക്കുള്ള കാര്യം വേറെ അല്ല. വെറുതെ അവിടെ പോയിട്ട് ഇങ്ങനെ ജാമായി നിൽക്കാന്നല്ലാതെ ഒരു മൂവ്മെൻ്റ് ഉണ്ടല്ലോ. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഇറങ്ങി കഴിഞ്ഞിട്ട് തിരക്കില്ലെങ്കിൽ ഇറങ്ങാണ് നല്ലത്. എൻ്റെ മോനെ എത്ര ദിവസം ഉണ്ടല്ലോ അവിടെ നിന്നിട്ട് കൊച്ചിയിൽ ലാൻഡ് ചെയ്താലുള്ള സന്തോഷം ഉണ്ടല്ലോ, ഓ സീൻസാണ്. അപ്പോൾ നമ്മൾ കൊച്ചിയിൽ തിരിച്ചെത്തി, ട്രിപ്പ് കഴിഞ്ഞ് ഇലിയാസും വരെ എല്ലാവരും ഇപ്പോൾ ഡൽഹിയിലുണ്ട്. അവർക്ക് എപ്പോഴാണ് 1 മണിക്കൂർ കൂടി കഴിഞ്ഞിട്ടാണ് ഫ്ലൈറ്റ് ഉള്ളത്. 4 റോയത്തെ നമ്മളൊപ്പം ഇരുന്നിട്ടാണ് 4 മണിക്കുള്ള ഫ്ലൈറ്റ് ഡൽഹിയിൽ നിന്ന് വന്നത്. അപ്പോൾ കുറച്ച് നേരം ഡൽഹിയിൽ ഇറങ്ങിയിട്ട് അവിടുന്ന് ട്രെയിനിനാണ് വരുന്നത്. ഇലിയാസൊക്കെ രാത്രി ഇവിടെ 11:45 എത്തണ ഫ്ലൈറ്റിലാണ് വരുന്നത്. അപ്പോൾ അതാ നമ്മളിപ്പോൾ ഇവിടെ എത്തി. ഇനി ബാഗ് എടുക്കണം, ഇപ്പം ഇനി വന്നിട്ടുണ്ടാവും. ഇനി സാധനം എടുക്കുക, വീട്ടിലേക്ക് പോവാം, കിടന്നുറങ്ങാം, വേറൊരു പരിപാടിയില്ല. ആരൊക്കെ പുറത്ത് വന്നതെന്നല്ല, എന്നാലും നോക്കി നോക്കാം. നമ്മൾ ബാഗ് കിട്ടാൻ വേണ്ടിയിട്ട് ഇവിടെ കൗണ്ടറിൽ നിൽക്കുകയാണ്. ബാഗ് ഇപ്പോൾ വരുമെന്ന് വിചാരിക്കുക. അതിനങ്ങനെ റൗണ്ട് ചെയ്യണങ്ങനെ കണ്ടിനു, ഇനി അതാണോ എന്നൊരു ഉറപ്പില്ല. എന്തായാലും വരുമല്ലോ, ഇപ്പോൾ നോക്കിയിട്ട് എടുക്കാം. ചെറുതായിട്ട് ഒന്ന് പണിപാളി, ജാക്കിൻ്റെ ബാഗ് കൊണ്ടില്ല ഇറങ്ങി, എന്തോ ടെക്നിക്കൽ എററാണ്, സ്കാനർ വർക്കായില്ല എന്ന് പറഞ്ഞിട്ട് ആ ബാഗ് വന്നിട്ടില്ല. അപ്പോൾ ഇനി ഇന്ന് ഫ്ലൈറ്റില്ല, നാളെയാണ് ഫ്ലൈറ്റുള്ളത്. അപ്പോൾ ഒരു പറഞ്ഞാൽ ഡൽഹിയിൽ നിന്ന് കാലിക്കറ്റിക്ക് എയർപോർട്ടിലേക്ക് എത്തിക്കാൻ പറയാം, അവിടുന്ന് ഡെലിവറി ചെയ്യുമെന്നാണ് പറഞ്ഞത്. പിന്നെ ബാഗിൽ ഡ്രസ്സ് മാത്രം ആയതുകൊണ്ട് വലിയ വിഷയമില്ല. എന്തായാലും നോക്കാം ഇവർ എന്താണ് ചെയ്യാന്നറിയില്ല. ഇവർ ഡെലിവറി ചെയ്യാന്നൊക്കെ പറയുന്നുണ്ട്, എന്തായാലും നോക്കി നോക്കാം. നമ്മളെല്ലാം അടിപൊളിയിൽ പോസ്റ്റായി. കറങ്ങാൻ പോയതന്നെ, കറങ്ങാൻ പോയിട്ട് എത്തിയില്ല. ഇപ്പോൾ വരുന്നൊക്കെ പറയുന്നുണ്ട്, എന്തായാലും ഇപ്പോൾ വരുന്നുണ്ടാവും. നമ്മളൊരു മെഴ്സിഡീസിന് ഐസ്ക്രീമൊക്കെ എത്തുന്നു. എന്തായാലും നോക്കാം. ഇല്ലാത്ത അവിടെ ഫ്ലൈറ്റ് കയറിയിരിക്കണ്, അവരിപ്പോൾ വരുന്നുണ്ടാവും. നമ്മൾ ഇനി എന്താ അങ്ങനെ IV ഇതോടുകൂടി അവസാനിച്ചു. കുറേ പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടായി, ഇനി ഒന്ന് തർത്തീപാക്കാണ്ട്. അങ്ങനെ ഈ സീരീസ് ഇവിടെ എൻഡ് ചെയ്യാണ്. ബാക്കി പിന്നെ പറയാം. നമ്മൾ എയർപോർട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇപ്പോൾ പാരഗണിൽ ഒന്നാണ് ഫുഡ് കഴിക്കാൻ. പാരഗണിൻ്റെ പുതിയ ഔട്ട്ലെറ്റ് ഇവിടെ ആഡ്ലസിൽ തുറന്നുണ്ട്. ഇവിടെ പാരഗണിൽ ഫുഡ് കഴിക്കാൻ ദായുണ്ട്, ഇപ്പുണ്ട്, ഐറുണ്ട്, ഉമ്മുണ്ട്, ജവാദുണ്ട്. ഇപ്പോൾ പറഞ്ഞാൽ ഇവിടുത്തെ വെള്ളപ്പം, ഫിഷ് മാംഗോ കറി, ബീഫ് ഉണ്ടാക്കിയത് മസ്റ്റ് ട്രൈയാ തിന്നതിന് മുന്നേ തന്നെ ജവാദിൻ്റെ പറഞ്ഞോ, തിന്നതിന് മുന്നേ തന്നെ മസ്റ്റ് ട്രൈ കറിയുണ്ട്. നമ്മളിത് കഴിച്ചു നോക്കാം. കഴിച്ചിട്ട് ഇനി ബാക്കി എന്തായാലും വീട്ടിൽ പോയിട്ട് അങ്ങനെ കിടന്നിറങ്ങാം. കാര്യം ഇനി ഒന്നും കാണിക്കാനൊന്നുമില്ല. 2-3 ക്ലിപ്പ് കാണിച്ചിട്ട് അങ്ങനെ വൈകിട്ട് ചെയ്യും. ആരാ എങ്ങനെയുണ്ട്? സൂപ്പർ. ബീഫ് വിചാരിച്ചാൽ തന്നെ മറ്റുള്ളത് കുറച്ചുകൂടി തന്നെ എങ്ങനെയുണ്ട് പറയാണ്ടോ? അത് പറയും. കോഴിക്കോട് വന്നിട്ട് ജവാദിന്റെ പാരഗൺ റേറ്റ് ചെയ്യാൻ പറഞ്ഞ മോശം. ബിരിയാണി നൂൽപ്പൊറായിട്ട് ഒപ്പം വന്നേ. ഇത് ബിരിയാണി, ഇതാ അച്ചാറുണ്ട്, തൈരുണ്ട്, പിന്നെ ചമ്മന്തി ഉണ്ട്, ഒരു പപ്പടം ഉണ്ട്, ചമ്മന്തി, നൂൽപ്പൊറാട്ട ഉണ്ട്. എന്നാ കഴിച്ചോ. ഇങ്ങനെ എടുത്തിട്ട് കുറച്ച് കറിയിലിങ്ങനെ മുക്കി ഇതാ ഒരു
ഗോൽ പൊറാട്ടകൾ കിടിലൻ സാധനം. ഇത്ര നല്ല പറഞ്ഞാൽ കിട്ടില്ല, കുറച്ചുകൂടി ഉറക്കം പറയണം. കിടിലൻ സാധനം. മസ്റ്റ് ട്രൈ അല്ലേ? വെറും മസ്റ്റ് ഡ്രൈവ് മാത്രമേ ഉള്ളൂ വ്ളോഗ്. ഇത് മസ്റ്റ് ഡ്രൈവ് വ്ളോഗ് ആക്കേണ്ടി വരും. അയാൾ വായ പറഞ്ഞു കഴിഞ്ഞാൽ മസ്റ്റ് ഡ്രൈവ് പറയുന്നത്. ദിസ് പാരഗൺ ഫേമസ് ലെഗ് ഹോൺ ചിക്കൻ ബിരിയാണി. ലെഗ് ഹോൺ ആണോ? എന്നാ നപ്പാടിക്ക് എന്താ വേണ്ട? സ്പെഷ്യൽ. ഇതാണ് ഇവിടുത്തെ ഇളനീർ പുഡിങ്. നമ്മൾ കഴിച്ചോക്കാം ഇളനീർ പുഡിങ് ആണ്. ഫോട്ടോ എടുത്തു. പക്ഷേ നൂൽ പൊറോട്ട ഭയങ്കര ചെറുതാണ്. ആ നല്ല ടേസ്റ്റ് ഉണ്ട്. സ്ട്രോബെറിയാണ് തോന്നണം. എന്നാടാ മീനുണ്ട്. നല്ല രസമുണ്ട്. അതാ കഴിച്ചോ. മധുരം അത്ര മധുരമില്ല. അപ്പോൾ എല്ലാവരും ഇവിടെ വന്ന് ഒന്ന് ട്രൈ ആക്കുക. മറ്റേ ഇവിടെ നമ്മളെ ആഡ്ലക്സ് ഇതിൻ്റെ ഓഡിറ്റോറിയം ഹോസ്പിറ്റലിൽ അവിടെ കറുകുറ്റി നമ്മൾ എറണാകുളത്ത് നിന്ന് വരുമ്പോൾ അങ്കമാലിക്ക് കഴിഞ്ഞിട്ട്. അപ്പോൾ അവിടെ നിങ്ങൾ വന്ന് നോക്കുക, ട്രൈ ചെയ്യുക, എൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കുക. ഓക്കെ ഗൈസ്, നമ്മൾ തൃശ്ശൂരെത്തി. 11 മണിയായി. ജവാദ് ഇവിടുന്ന് കോഴിക്കോട്ട് പോകാൻ പറഞ്ഞേ. ജവാദിനെ കുറേ വിളിച്ച് മണ്ണർക്കാട്ട് കയറാൻ. ജവാദ് വരുന്നില്ല, നാട്ടിൽ പോകണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ജവാദിന് നമ്മൾ ബസ് കയറ്റി കൊടുക്കാൻ വന്നതാണ്. ഇത് മൈസൂർ വണ്ടിയാണ്. അപ്പോൾ ഇത് 11 മണിക്ക് എടുക്കേണ്ട വണ്ടിയാണ്. സ്റ്റാൻഡ് തുടങ്ങിയ കഥ അപ്പോൾ എന്തായാലും ജവാദ് പോവാണ്. നമ്മൾ ബൈ ബൈ.